ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിലെ മൃഗങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മിനി തോമസ്. ആദ്യത്തെ ചോദ്യം, ഒരുമിച്ച് മേയും ആരൊക്കെയാണ്? ഉത്തരം ചെന്നായും കുഞ്ഞാടും. യെശയ്യാവിൻ്റെ പ്രവചനം 65:25. അടുത്ത ചോദ്യം, അലറുന്ന മൃഗം ഏതാണ്? ഉത്തരം കരടി. യെശയ്യാവിൻ്റെ പ്രവചനം 59:10. അടുത്ത ചോദ്യം, മുടന്തൻ ചാടുന്നത് ആരെപ്പോലെയാണ്? ഉത്തരം മാനിനെ പോലെ. യെശയ്യാവ് 35:6. അടുത്ത ചോദ്യം, കുഞ്ഞുങ്ങളെ തൻ്റെ നിഴലിൻ കീഴെ ചേർത്തുകൊള്ളും ആരാണ്? ഉത്തരം അസ്ത്രനാഗം. യെശയ്യാവിൻ്റെ പ്രവചനം 34:15. അടുത്ത ചോദ്യം, ആഖോർ താഴ്വര കന്നുകാലികൾക്ക് എന്തായിരിക്കും? ഉത്തരം കിടപ്പിടം. യെശയ്യാവ് 65:10. അടുത്ത ചോദ്യം, കുറുക്കൻ്റെ പാർപ്പിടത്ത് കാണുന്നത് എന്തെല്ലാമാണ്? ഉത്തരം പുല്ല്, ഓട, ഞാങ്ങണ. യെശയ്യാവ് 35:7. അടുത്ത ചോദ്യം, കാട്ടുകഴുത മൊട്ടക്കുന്നിൽ നിന്ന് കിഴയ്ക്കുന്നത് ആരെപ്പോലെയാണ്? ഉത്തരം കുറുനരികളെപ്പോലെ. യിരെമ്യാവിൻ്റെ പ്രവചനം 14:6. അടുത്ത ചോദ്യം, മിദ്യാന്യരുടെ എന്താണ് അസംഖ്യമായിരുന്നത്? ഉത്തരം ഒട്ടകങ്ങൾ. ന്യായാധിപന്മാർ 6:5. അടുത്ത ചോദ്യം, മോശ താൽപ്പര്യമായി അന്വേഷിച്ച മൃഗം ഏതാണ്? ഉത്തരം കോലാട്. ലേവ്യപുസ്തകം 10:16. അടുത്ത ചോദ്യം, മറഞ്ഞു നിൽക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം സിംഹം. വിലാപങ്ങൾ 3:10. അടുത്ത ചോദ്യം, എൻദോരിലെ വെളിച്ചപ്പാടത്തിയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന മൃഗം ഏതാണ്? ഉത്തരം തടിപ്പിച്ച പശുക്കിടാവ്. 1 ശമൂവേൽ 28:24. അടുത്ത ചോദ്യം, കുറുനരികളുടെ പാർപ്പിടം ഏതാണ്? ഉത്തരം ഹാസോർ. യിരെമ്യാവിൻ്റെ പ്രവചനം 49:33. അടുത്ത ചോദ്യം, തനിച്ചു നടക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം കാട്ടുകഴുത. ഹോശേയുടെ പ്രവചനം 8:9. അടുത്ത ചോദ്യം, മനുഷ്യനായി ജനിക്കും ആരാണ്? ഉത്തരം കാട്ടുകഴുതക്കുട്ടി. ഇയ്യോബ് 11:12. അടുത്ത ചോദ്യം, തുല്യനായി ഓടിപ്പോവുക ആർക്കാണ്? ഉത്തരം ചെറുമാനിനും കലക്കുട്ടിക്കും. ഉത്തമഗീതം 8:14. അടുത്ത ചോദ്യം, ഒരുമിച്ച് പാർക്കും ആരെല്ലാമാണ്? ഉത്തരം പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും. യെശയ്യാവ് 11:6. അടുത്ത ചോദ്യം, തെക്കേ ദേശത്തിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം. യെശയ്യാവിൻ്റെ പ്രവചനം 30:6. അടുത്ത ചോദ്യം, നിന്റെ മക്കൾ ബോധം കെട്ട് വലയിലകപ്പെട്ട ആരെപ്പോലെ വീഥികളുടെ തലയ്ക്കലെല്ലാം കിടക്കുന്നു? ഉത്തരം മാനിനെ പോലെ. യെശയ്യാവിൻ്റെ പ്രവചനം 51:20. അടുത്ത ചോദ്യം, താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആരെപ്പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി? ഉത്തരം കന്നുകാലികളെപ്പോലെ. യെശയ്യാവിൻ്റെ പ്രവചനം 63:14. അടുത്ത ചോദ്യം, യേശു ആരെയാണ്
മൃഗത്തിന്റെ പേര് ചൊല്ലി വിളിച്ചത്? വ്യക്തി ആര്? മൃഗം ഏതാണ്? ഉത്തരം ഹെറോദാവിനെ കുറുക്കൻ എന്ന് വിളിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് ഏശാവിന് സമ്മാനമായി എത്ര മൃഗങ്ങളെയാണ് കൊടുത്തത്? ഉത്തരം 580. ഉൽപ്പത്തി പുസ്തകം 32-14, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മൃഗത്തിന്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല, എവിടെയാണ്? ഉത്തരം മിസ്രയീം. യെഹെസ്കേലിന്റെ പ്രവചനം 29 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ഇയ്യോബ് ആർക്കാണ് സഹോദരനായിരുന്നത്? ഉത്തരം കുറുക്കന്മാർക്ക്. ഇയ്യോബിന്റെ പുസ്തകം 30-29. അടുത്ത ചോദ്യം, പട്ടണത്തിലെ ആരവം കേട്ട് ചിരിക്കുന്നത് ആരാണ്? ഉത്തരം വനഗർദഭം. ഇയ്യോബിന്റെ പുസ്തകം 39-5-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസ് രക്ഷ പ്രാപിച്ചത് ആരുടെ വായിൽ നിന്നാണ്? ഉത്തരം സിംഹത്തിൻ്റെ. 2 തിമോത്തിയോസ് 4 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, പ്രതിയോഗിയായ പിശാചിന് ഉപമിച്ചിരിക്കുന്നത് ഏത് മൃഗത്തോടാണ്? ഉത്തരം അലറുന്ന സിംഹമെന്ന പോലെ. 1 പത്രോസ് 5 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, സിംഹത്തെ എതിരിട്ടവർ ആരൊക്കെയാണ്? ഉത്തരം ദാവീദ്, ശിംശോൻ, ബെനയാവ്. 1 ശമൂവേൽ 17-35, ന്യായാധിപന്മാർ 14-5-6, 2 ശമൂവേൽ 23-20. അടുത്ത ചോദ്യം, അസസേലിന് ചീട്ട വീണ മൃഗം ഏതാണ്? ഉത്തരം കോലാട്ടുകൊറ്റൻ. ലേവ്യ പുസ്തകം 16 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ശക്തി വലുതാകയാൽ അതിന് വിശ്വസിക്കുമോ? ഏതിന്? ഉത്തരം കാട്ടുപോത്ത്. ഇയ്യോബിന്റെ പുസ്തകം 39-10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു പൂർവ്വ പിതാവ് മക്കളെ മൃഗത്തോട് ഉപമിച്ചിട്ടുണ്ട്. മക്കൾ ആരൊക്കെയാണ്? മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം യാക്കോബ് 5 മക്കളെ, യഹൂദ ബാലസിംഹം, ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത, ദാൻ വഴിയിലൊരു പാമ്പ്, നഫ്താലി പേടമാൻ, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. ഉൽപ്പത്തി 49-9, 49-14, 49-17, 49-21, 49-27. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.